കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും, വേണമെങ്കിൽ അവള് വിമാനം വരെ ഓടിക്കും. ഇത്തിപ്പോലും പോകുന്നൊരു സ്കൂട്ടർ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ മട്ടും പാവാങ്ങ് മാറി അങ്ങ്. ശോശാമ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആന പിണ്ട വിടുന്ന കണ്ടിട്ട് മുയൽ കണ്ണുരുട്ടല്ലേ. മുയൽ എന്തോ ചെയ്യണമായിരുന്നു, ആന ഇട്ട പിണ്ട ഉരുട്ടിക്കൊണ്ട് നടക്കണമായിരുന്നു. അത് കഴിയുമ്പോ 8 മണിയാവും. അന്നേരം കമ്മറ്റിക്കാർ അച്ഛനെ അന്വേഷിക്കും, അച്ഛൻ തുമ്മും, പുളിക മണ്ടേക്ക്. ഈ വെളിച്ചെണ്ണ തലേ തേച്ചാണ് എന്റെ തലമുടി മൊത്തം പോയത്. വെളിച്ചെണ്ണ പിന്നെ തലേ തേക്കുന്ന വെളിച്ചെണ്ണല്ല, പിന്നെ പുളിശ്ശേരി എന്ന് പറയും. ബാങ്കുകാര് വരുന്ന ദിവസം ഈ മാസത്തെ പൈസ അടച്ചിട്ടില്ല. ഓ, നീ ഇങ്ങനെ കടം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. എടുക്കുമ്പോ ഒരു ഭ്രാന്ത് ഇല്ലായിരുന്നല്ലോ, എടുക്കുമ്പോ ഭ്രാന്തില്ല, അടയ്ക്കുമ്പോ ഭ്രാന്തുണ്ട്. നിനക്കല്ലോ കുഴപ്പമൊന്നും. അയ്യോ, എന്തോ ഉണ്ടാക്കി വെച്ചേക്ക്. ഈ കണ്ണാടി ഇല്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ പുറകെ വരുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയാണ്. അതിന് അങ്ങനല്ലല്ലോ ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാൻ തെക്കും പക്കും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം നോക്കിയാ വണ്ടി ഓടിക്കുന്നത്. എടി വായി നോക്കി, നിനക്ക് വായി നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ സൈഡ് മിറർ ഏത് വണ്ടിക്കും അനിവാര്യമാണ്. ആണോ? എന്നാ പിന്നെ ഇത്രയും നീളം വരുന്ന തീവണ്ടിക്ക് എന്താ സൈഡ് മിറർ വെക്കാത്ത? എന്റെ കണ്ടൽ കാട് കൊടുത്ത തല ഇപ്പൊ ഉണ്ടല്ലോ, മൺട്രോ തുരുത്തൂലെ, അറിയാവോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.